നമസ്കാരം. മുസ്ലിം ലീഗിനെതിരെ തിരിച്ചുവച്ച പോർമുനകൾ നിരന്തരമായി പ്രയോഗിക്കുകയാണ് CPM ഇപ്പോൾ. ലീഗ് മതനിരപേക്ഷ മുഖം കൈവിട്ട് സമ്പൂർണ്ണ വർഗീയ പാർട്ടിയായി പരിണമിച്ചുവെന്നാണ് പ്രധാന വിമർശനം. മതസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് അതിനെ ഭരിക്കുന്നത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു, എഴുതുന്നു, പ്രചരിപ്പിക്കുന്നു. RSSനെ കുറിച്ച് പറയേണ്ടി വരുന്നിടത്തെല്ലാം മുസ്ലിം ലീഗിനെയും വർഗീയതയോട് ചേർത്ത് അവതരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലും ലീഗ് വിമർശനത്തിലുള്ള മൂർച്ച പ്രകടമാണ്. വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടടക്കം വർഗീയതയുടെ ഭാഗമാണെന്നാണ് CPMന്റെ സിദ്ധാന്തം. സത്യത്തിൽ ലീഗിന് സ്വഭാവമാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതിൽ പുറമേ നിന്നുള്ള സ്വാധീനങ്ങളുണ്ടോ? അതോ ലീഗിനെ മുന്നിൽ നിർത്തി CPM പുതിയ രാഷ്ട്രീയ സമവാക്യ പദ്ധതി നടപ്പാക്കുകയാണോ? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ H. സലാം MLA CPIMൽ നിന്ന്, K. ഹംസ മുസ്ലിം ലീഗ് നേതാവ്, മുഹമ്മദ് ഹനീഫ നിരീക്ഷകൻ, A. സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം H. സലാം, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന നിലപാട് മുൻപ് CPIM സ്വീകരിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മുസ്ലിം ലീഗ് UDFലെ പ്രധാന കക്ഷിയാണെന്നും അത് PFI അടക്കമുള്ള സംഘടനകളെ പോലൊരു വർഗീയ പാർട്ടിയല്ല എന്ന് വളരെ കൃത്യമായി CPM നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നതിന് എന്താണ് നിങ്ങൾ കാണുന്ന കാരണം, നിങ്ങൾ അവതരിപ്പിക്കുന്ന കാരണം? CPMന് എന്തെങ്കിലും വ്യത്യാസം വന്നതിൻ്റെ ഭാഗമായിട്ടല്ല അത്തരമൊരു ചർച്ചയിലേക്ക് ഈ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത്. ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നിലപാടിലെ വ്യത്യാസം തന്നെയാണ് ഇന്ന് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന നിലയിലേക്ക് ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താൻ പാകത്തിൽ അവർ എത്തിയിരിക്കുന്നതാണ്. ഒരു അന്തരീക്ഷം അതാണ്. അതിന് സമീപ സമയത്ത് ഉണ്ടായ ചില സംഭവവികാസം നോക്കി കാണാൻ കഴിയും. പിന്നെ ലീഗ് 1906 രൂപം കൊള്ളുന്ന ഘട്ടം മുതൽ ഉള്ള ഇന്ത്യ വിഭജനത്തിൻ്റെ ഘട്ടം ഉൾപ്പെടെ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ് അവരുടെ നിലപാട്. എന്നാൽ സമീപകാലത്ത് ലീഗ് നിൽക്കുന്നൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എല്ലാ സന്ദർഭത്തിലും ലീഗിൻ്റെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം ഒരു തവണ ഭരണത്തിൽ വന്നാൽ അതിനുശേഷം പിന്നെ UDF അധികാരസ്ഥാനത്ത് വരും. UDF അധികാരസ്ഥാനത്ത് വരുന്ന ഘട്ടത്തിൽ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാവും. അപ്പോൾ അധികാരത്തെ അടിസ്ഥാനമാക്കി മാത്രം മുന്നോട്ട് പോയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ബലത്തിൽ സാമുദായികമായ ഒരു കൂടിച്ചേരലും അല്ലെങ്കിൽ ഒരു സംഘം ചേർക്കലും അതിന് ലീഡർഷിപ്പായും കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് ലീഗ് പലപ്പോഴും നിലകൊണ്ട് പോന്നിട്ടുണ്ട്. ഇതാണ് ലീഗിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറയ്ക്ക് ഇപ്പോൾ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പാർലമെൻ്ററി സിസ്റ്റം മാറ്റിക്കുറിച്ച്, ചരിത്രം മാറ്റിക്കുറിച്ചിട്ട് ഇടതുപക്ഷത്തിന് തുടർഭരണ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. സ്വാഭാവികമായി അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ലീഗ് ഇന്ന് എത്തി നിൽക്കുന്നു. അവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ല ഉൾപ്പെടെ ജില്ലയിലെ പല സ്ഥലത്തെയും വോട്ടിങ്ങിൻ്റെ ശതമാനം ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു. ലീഗിൻ്റെ വോട്ടും ഇടതുപക്ഷ വോട്ടും തമ്മിൽ വ്യത്യാസത്തിൻ്റെ ഒരു വ്യത്യാസം കുറഞ്ഞു വരുന്നു. അത് ഓരോ മണ്ഡലം നോക്കിയാലും കാണാൻ കഴിയും. ഇപ്പോൾ അവർ ജയിച്ചു എന്ന് പറയുന്ന സീറ്റിൻ്റെ നമ്പർ നോക്കുമ്പോഴും ചില സീറ്റിലെ ഭൂരിപക്ഷം നോക്കി പെരിന്തൽമണ്ണ ജയിച്ച് 38 വോട്ടിനാണ്. വേങ്ങരയിലെ 3 ഇലക്ഷനായി അവിടുത്തെ വോട്ടിങ്ങിൻ്റെ കണക്ക്, കുഞ്ഞാലിക്കുഴ മണ്ഡലമാണ്, ആ മണ്ഡലത്തെ വോട്ടിങ്ങിൻ്റെ കണക്ക് നോക്കിയാൽ ഇടതുപക്ഷവും ലീഗും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അളവ് കാര്യമായി 3 ഇലക്ഷനായപ്പോൾ നല്ലപോലെ വ്യത്യാസപ്പെട്ട് വരുന്നു ശതമാനം വോട്ട് നോക്കിയാൽ. എന്ന് പറഞ്ഞാൽ അവരുടെ ബേസായി നിൽക്കുന്ന മുസ്ലിം ജനസാമാന്യം തന്നെ, നല്ല വിശ്വാസികളായ മുസ്ലിങ്ങൾ തന്നെ ലീഗിനെ കൈവിട്ട് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെ ഭാഗത്തേക്ക് മാറി വരുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കാണാൻ പറ്റും. പിന്നെ അവർക്ക് അതിനെ പിടിച്ചു നിർത്താൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, കൃത്യമായ വർഗീയത തീവ്രമായി ഉപയോഗപ്പെടുത്തിയാൽ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണത്തിലാണ് ലീഗ്. അതുകൊണ്ടാണ് ലീഗിൻ്റെ ഭാഷ മാറുന്നത്. അതുകൊണ്ടാണ് ലീഗിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ സെൻറ്റൻസുകൾ, അതിൻ്റെ സ്വരങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അതാണ് കോഴിക്കോട് വഖഫുമായി ബന്ധപ്പെട്ട ഒരു റാലിയും അതിൻ്റെ സമ്മേളനത്തിലും എത്രമാത്രം അധപതനത്തോടു കൂടി ഒരു ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിലെ പ്രസംഗം മാറാം എന്ന് ഈ കേരളത്തെ കാട്ടിക്കൊടുത്തത്. അവിടെ പാണക്കാടെന്ന് നിങ്ങൾ പവിത്ര ലീഗുകാരെല്ലാം വലിയ പവിത്രതയോടുകൂടി പറയപ്പെടുന്ന പാണക്കാട്ടെ തങ്ങമാടെല്ലാം ഇരിക്കുന്ന സാന്നിധ്യത്തിലല്ലേ പറഞ്ഞത്.
അങ്ങനെ ആ അല്ല, വേദിയിലാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ അച്ഛലാം, ഈ വക്കഫ് സമ്മേളനമാണോ നിങ്ങൾ കാണുന്ന ഒരു വർഗീയതയിലേക്കുള്ള ലീഗിന്റെ ട്രാൻസ്ഫോർമേഷന്റെ ഉദാഹരണമായി? വക്കഫ് സമ്മേളനത്തിൽ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ ഉണ്ടായി. അതിലെവിടെയാണ് വർഗീയതയുള്ളത്? പിണറായി വിജയനെ അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യം ഒരിടത്ത് വന്നു. ഒരു മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന മോശം പരാമർശം പ്രസംഗിക്കുന്നതിൽ ഒരാൾ പങ്കുവച്ചു. അതിനപ്പുറത്തേക്ക് മുസ്ലിം വർഗീയത എന്ന് പറയുന്ന എലമെന്റ് അതെവിടെയാണ് വന്നത് എന്ന് പറയാമോ? ഇപ്പൊ അധിക്ഷേപ പരാമർശം എല്ലായിടത്തും പലപ്പോഴായി പല ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പാർട്ടി ആകെ തന്നെ നയംമാറ്റത്തിലേക്ക് പോയി എന്ന് പറയാനാണെങ്കിൽ CPM-നെ പോലും അതിൽ പറയേണ്ടി വരും. നമുക്ക് അത് വിടാം. ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് വർഗീയമായി മാറി എന്ന് സ്ഥാപിക്കുന്നതിന് നിങ്ങളുടെ മുമ്പിലുള്ള കാരണങ്ങൾ, നിങ്ങൾ അവതരിപ്പിക്കുന്ന കാരണങ്ങൾ അത് പറയാമോ? വ്യക്തി അധിക്ഷേപം എന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. അത് പാർട്ടി നയവുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒന്നല്ല. മതത്തെയും വിശ്വാസത്തെയും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന രീതി ലീഗ് ഇപ്പോൾ അവലംബിച്ചിരിക്കുകയാണ്. KM ഷാജി എന്ന ലീഗിൻ്റെ നേതാവ് പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടതാണ്. മതമാണ് 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 പ്രശ്നമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM-ഉം ചോദിച്ചത്, ലീഗ് തന്നെ തീരുമാനിക്കുക, നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ മതസംഘടനയാണോ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സ്വഭാവത്തിലും അവരുടെ ഭാഷയിലും മുദ്രാവാക്യത്തിലും കൃത്യമായ മാറ്റം ലീഗ് തന്നെ നിർണയിച്ച് കേരളത്തോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ലീഗ് അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് അത് മതം എന്ന് പറയുന്ന സ്വത്വത്തെ മറികടന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മതം എന്ന സ്വത്വത്തിനകത്ത് നിൽക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിൽ നിൽക്കും, ആ സ്വത്വത്തിനു വേണ്ടി നിലകൊള്ളും എന്നതാണ് ലീഗിന്റെ പൊസിഷൻ. അത് എക്കാലവും അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള സമീപനമാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സ്വത്വവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ് ആണ് തുടക്കത്തിൽ അത് എടുത്തിരുന്നത്. ഇടയ്ക്ക് അതിൽ ചില വീഴ്ച പറ്റിയെന്ന വിമർശനമുണ്ട്. ലീഗിന്റെ ബേസിക് ഐഡിയോളജി കിടക്കുന്നത് മുസ്ലിം സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അഭിമാനകരമായ മുസ്ലിം അസ്തിത്വം എന്നതാണ് അതിന്റെ പഴയ നേതാക്കൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം. ആ ഘട്ടങ്ങളിലൊന്നും തോന്നാത്ത വർഗീയത ഇപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് ഞാൻ. നോക്കൂ, ഈ പറയുന്ന വഖഫുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഈ നിയമമാറ്റത്തോട് വിയോജിക്കുന്നവരാണ്. അവരെല്ലാം വർഗീയവാദികളാണോ? വിയോജിപ്പല്ലോ പ്രശ്നം. എന്തുകൊണ്ടാണ് സമസ്തയുടെ ഭാഷയും ലീഗിന്റെ ഭാഷയും വ്യത്യാസപ്പെട്ടത്? എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട പ്രബലമായ സുന്നി വിഭാഗത്തിലെ പ്രബലമായ രണ്ട് പ്രസ്ഥാനങ്ങളും ആ രണ്ട്, ഞാൻ പറയട്ടെ, രണ്ട് പ്രസ്ഥാനങ്ങളും വഖഫുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കപ്പെട്ടു. ലീഗ് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞോ? പള്ളിയെ കലാപകേന്ദ്രമാക്കാൻ സമസ്ത പറഞ്ഞോ? പള്ളിയെ കലാപകേന്ദ്രമാക്കാൻ കാന്തപുരം വിഭാഗം പറഞ്ഞോ? പള്ളിയെ കലാപകേന്ദ്രമാക്കാൻ മറ്റേതെങ്കിലും മുജാഹിദ് വിഭാഗം പറഞ്ഞു? കലാപകേന്ദ്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? കലാപകേന്ദ്രമാക്കാൻ ആരാണ് തീരുമാനിച്ചത്? പള്ളിയെ പറഞ്ഞില്ല, പക്ഷേ ലീഗ് പറഞ്ഞു. പള്ളിയെ കലാപകേന്ദ്രമാക്കാൻ ആര് തീരുമാനിച്ചു? മുസ്ലിം ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, മറ്റ് വിവിധ സംഘടനകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് പള്ളിയിൽ ഈ പറയുന്ന കാര്യം സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. പിന്നീട് അത് വേണ്ട എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതോടെ ആ തീരുമാനം ദുർബലപ്പെട്ടു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ തീരുമാനം എല്ലാവരും കൂടി എടുത്തതാണ്. ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വീഡിയോ നിങ്ങളുടെ കൈവശം ഉണ്ടല്ലോ, ഒന്ന് കേൾപ്പിക്ക്. ആദ്യം പറഞ്ഞത് എന്താണെന്ന് പിന്നീട് പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിക്കുക. രണ്ട് കേൾക്കട്ടെ, ജനങ്ങൾ പ്രേക്ഷകരെ കേൾക്കട്ടെ. എങ്ങനെയാ പറഞ്ഞത്? സമസ്തയുടെ തങ്ങൾ പറഞ്ഞ ഭാഷയിലാണോ PMS സലാം പറഞ്ഞത്? അല്ലല്ലോ, പ്രകടമായ വ്യത്യാസമാണ്. അത് രണ്ടും കൂട്ടിക്കെട്ടി രണ്ടും ഒരുപോലാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മതപ്രസ്ഥാനം മതസംഘടന സ്വീകരിക്കപ്പെട്ട ഒരു നിലപാടിനേക്കാൾ എത്രയോ അഗ്രസീവായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കപ്പെട്ടത്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള പുതിയ മെത്തേഡിലേക്ക് നിയമവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് സമരരംഗത്ത് വരിക എന്ന് വെച്ചാൽ അത് വർഗീയതയാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. പാലാ ബിഷപ്പ് നടത്തിയിട്ടുള്ള പരാമർശം, അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വം ഇവിടെ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി നിങ്ങളുടെ മുന്നണിക്കകത്തുണ്ട്. അത് കത്തോലിക്ക സഭയുടെ ജെനുവിൻ കൺസേൺ ആണ് എന്ന് വിചാരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി നിങ്ങളുടെ മുന്നണിക്കകത്തുണ്ട്. അതിനർത്ഥം അവർ ക്രിസ്ത്യൻ വർഗീയതയുടെ ആളുകളാണ്, വർഗീയ പാർട്ടിയാണെന്നാണോ? അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തെയും മതവിശ്വാസത്തെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയത്തെ ഈ രണ്ടും കൂട്ടിക്കെട്ടി ഇടപെടുന്ന ഏർപ്പാടല്ലേ?
അതാണ് ലീഗ് ചെയ്യുന്നത്. മുസ്ലിം ഐഡന്റിറ്റി അത് എന്നതാണ് സമസ്ത ലീഗിന്റെ ചെയ്തിട്ടില്ല. പൊളിറ്റിക്സ് അറിയാത്തവരല്ലോ നിങ്ങൾ. ലീഗ് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് എന്നറിയാത്തവരല്ല നിങ്ങൾ. അതറിയാവുന്ന നിങ്ങൾ അവരെ പിന്തുണച്ചിട്ടുണ്ട്, അവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരതിനകത്ത് കൂടി കുറച്ചുകൂടി എൻഗേജ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വർഗീയത കൈകാര്യം ചെയ്ത പോലെ അല്ലല്ലോ. ഈ കേരളത്തിന്റെ അനുഭവത്തിൽ അതെല്ലാം വർഗീയമായി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് കൃത്യമായ നിലപാട് ലീഗ് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടില്ലേ? എന്താണ് SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി പരസ്യമായ ചർച്ചയിലേക്ക് പോയി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇതെല്ലാം കേരളം കാണുകയാണ്. SDPIയുടെ പിന്തുണ SDPIയുടെ പിന്തുണ ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെ കിട്ടിയിട്ടുണ്ട്, എങ്ങനെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ അറിയാവുന്നതാണ്. ജമാഅത്ത് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഇത് തുടങ്ങാൻ ഉപയോഗിച്ച ഒരു കാര്യം. വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ സഖ്യം? CPM ഇടതുപക്ഷവും ഒരു ഘട്ടത്തിൽ പോലും SDPI രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു പരസ്യമായ സഖ്യമോ രഹസ്യമായ സഖ്യമോ ചർച്ചയോ നടത്തിയിട്ടേയില്ല. ശരി, ഞാൻ തന്നെ താങ്കളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം മുസ്ലിം കോസ് പറഞ്ഞ് നിങ്ങൾ കൂടുതൽ അഗ്രസീവ് ആകുന്നു എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. ഹംസ, മുസ്ലിം കോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അഗ്രസീവ് മൂഡിലേക്ക് മാറുന്നു. അത് ആളുകളെ വർഗീയമായി ചിന്തിപ്പിക്കാൻ, വിഭജിക്കാൻ ഇടവരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് SDPIയുമായി അടക്കം സംസാരിച്ച് എല്ലാ പറയുന്ന മുസ്ലിം സംഘടനകളുമായും അതിൽ എക്സ്ട്രീമിസ്റ്റ് സംഘടനകളുമായി അടക്കം ബാന്ധവം ഉണ്ടാക്കാൻ ശ്രമിച്ച് നിങ്ങൾ നിങ്ങളുടെ പഴയകാല ശൈലിയിൽ നിന്നും മാറി നടക്കുകയാണ്. അത് എക്സ്പോസ് ചെയ്യുകയാണ്, തുറന്നു കാണിക്കുകയാണ് ഇപ്പൊ CPM ചെയ്യുന്നതെന്ന്. ഇന്നത്തെ ഈ ചർച്ച ശരിക്കും നടക്കേണ്ടത് ഈ സമയത്ത് ഇങ്ങനൊരു ചർച്ചയായിരുന്നില്ല. ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയൊന്നും മതേതര കേരളം അങ്ങനെ എന്റർടൈൻ ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്ന ഒരു ചർച്ചയല്ല ഇതൊന്നും. ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച നടക്കേണ്ടത് എന്തായിരുന്നു? കേരളയിലെ പ്രശ്നങ്ങൾ, CPMന്റെ സമ്മേളനങ്ങളിൽ നിന്നുള്ള നേതാക്കള് ഇറങ്ങി ഓടല്, ഒരു മുൻ MLA അടക്കം CPM രാജിവെച്ച് മറ്റൊരു സംഘടനയിൽ ചേരാൻ പോകുന്ന വാർത്ത, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുണ്ടല്ലോ, അത് തന്നെയാണ് അവരുടെ അജണ്ട. സംഗതി സത്യം പറഞ്ഞാൽ ശ്രദ്ധയൊന്ന് മാറ്റിപ്പിടിക്കലായിരുന്നു. ആളുകളുടെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു വിപുല ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അല്ലാതെ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വായിച്ചതല്ലേ നമ്മളൊക്കെ? എന്താണ് സഖാവ് കോടിയേരി പറഞ്ഞിട്ടുള്ളത് ആ ലേഖനത്തിൽ? നമുക്ക് വായിച്ചതല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് ലീഗിൽ കുടികൊള്ളുന്നു. എന്നാണാവോ CPM നിന്ന് ഈ ആത്മാവ് ഇറങ്ങി വന്നത്? നമുക്കറിയാമല്ലോ. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ശേഷം എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് മുമ്പുള്ളതിൽ നിന്ന് വെച്ച് എന്ത് മാറ്റാ ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നത് എന്ന് ഇവർ പറയേണ്ടതുണ്ട്. ഇവർ പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. എന്ത് മാറ്റാ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് ശേഷം വന്നിട്ടുള്ളത് പറയണം ഇവര്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരുപാട് കാലം രാഷ്ട്രീയ ബന്ധം നിലനിർത്തി പോകുന്നത് ആരായിരുന്നു? ഇവരായിരുന്നല്ലോ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുന്നത്. ബാക്കി അതിനുശേഷം എന്ന് ജമാഅത്തെ ഇസ്ലാമി ഇവർക്ക് തെറ്റി? ഞാൻ ശ്രദ്ധയ്ക്ക് വേണ്ടി സഖാവ് സലാമിനോട് ഒരു കാര്യം ഓർക്കുന്നത്, ഈ ഒരു ഫോട്ടോ ഒന്ന് കാണണം നിങ്ങൾ. ഈ ഒരു ഫോട്ടോ ഇത് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇത് അറിയാഞ്ഞിട്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് പാർട്ടി കാര്യത്തിന് വേണ്ടി ഒക്കെ മറച്ചു വെക്കേണ്ടി വരുമല്ലോ. ഇതിൽ നിൽക്കുന്ന ഈ ആളുകളെ നോക്കിക്കോളൂ, ഈ 3 ആളുകളെ നോക്കിക്കോളൂ. ഇത് ഒന്ന് സഖാവ് കോടിയേരിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ ആരിഫ് അലി, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ സാഹിബുമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണത്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ധാരണയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. തൃശ്ശൂരിലുള്ള യോഗത്തിന് ശേഷം പിണറായി വിജയൻ പത്രക്കാരോട് പറഞ്ഞതിൻ്റെ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ ഞങ്ങളുമായി യോജിക്കുന്ന സമീപനം എടുത്തിട്ടുള്ള പാർട്ടിയാണ്, സംഘടനയാണ്, അതുകൊണ്ട് സഹകരിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ കാര്യം ഉണ്ടായല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്ര വെറുത്തത്? നിങ്ങൾ വെറുക്കുകയോ സഹകരിക്കുകയോ കൂടുകയോ ചെയ്തോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് ലീഗിൽ കുടികൊള്ളുന്നു എന്ന് പറയുന്നവർ എന്നാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി കുടിയിറങ്ങിയത് എന്ന് പറയണം. എന്നിട്ട് എന്താണ് അവർ കുടിയിറങ്ങാൻ കാരണമെന്ന് പറയണം. ഇന്ന് എന്തേ അവർ വെറുക്കപ്പെട്ടത് എന്ന് പറയണം. അന്നില്ലാത്ത ദോഷം എന്താ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ആവാഹിച്ചിട്ടുള്ളത് എന്ന് പറയണം.
ഇസ്ലാമിക് ഫണ്ടമെന്റലിസവും ഹുക്കൂമത്തെ ഇലാഹിയും വിട്ട് ഇഖാമത്തുദ്ദീനിലേക്ക് വന്ന് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളുടെ ഏറ്റവും രൗദ്രഭാവം നിലനിന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങൾ അവരുമായി ചങ്ങാത്തത്തിലായിരുന്നല്ലോ. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ സഖാവ് കോടിയേരിക്ക് പറയാൻ തോന്നിയത്? സലാം പറയണം, എവിടെയാണ് പ്രശ്നം സംഭവിച്ചതെന്ന് പറയണം. നിങ്ങൾ ഒരു കാര്യം പറയണം, ലീഗ് നിങ്ങൾ 1920 നിങ്ങൾ താഷ്കന്റ് വെച്ച് രൂപം കൊള്ളുന്ന സമയത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണൊക്കെ. അതിൽ ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ, ഇത് അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് കുടികൊള്ളുന്നു ലീഗിൽ എന്ന് നിങ്ങൾ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടും നിങ്ങൾക്ക് നല്ല ബാന്ധവമായിരുന്നതിന്റെ കഥ നമുക്കറിയാമല്ലോ. ജമാഅത്തെ ഇസ്ലാമി ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടതിന്റെ ചിത്രമാണ് അദ്ദേഹം കാണിച്ചത്. അവരുടെ പൊളിറ്റിക്കൽ ഇനീഷ്യേറ്റീവായിട്ടുള്ള എന്താ പറയുന്നത് ഈ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യങ്ങൾ ഒരുമിച്ച് ഭരിച്ചതിന്റെ വിവരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, മുസ്ലിം പൊളിറ്റിക്സ്, മുസ്ലിം വർഗീയത എന്നൊരു പുതിയ സമവാക്യം ഉണ്ടാക്കാൻ നോക്കുകയാണ്. പഞ്ചായത്തുകൾ കാണിച്ചു കൊടുത്താൽ സലാം അതിന് മാപ്പ് പറയുമോ? വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് ഭരിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത തെളിവ് അത് കാണിച്ചു തരാമെന്നും കൂടിയാണ് ശ്രീ ഹംസ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതസംഘടനയുടെ ലീഡർഷിപ്പുമായി പോലും CPM നടത്തിയിട്ടുള്ള ഡയലോഗ്സിന്റെ വിവരങ്ങൾ കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഈ അസ്പർശത എന്ന് തുടങ്ങിയതാണ് സലാം. എനിക്കത് സംബന്ധിച്ച് വീണ്ടും പറയാനുണ്ട്. അദ്ദേഹം കാണിച്ചു എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഞാനാണ് പറയണ്ടേ? അല്ല, ഒരു മിനിറ്റ് ശ്രീസലാം, ഒരു മിനിറ്റ്. അദ്ദേഹം ഇപ്പോ എന്റെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പോകുന്നവർ എന്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചാൽ അല്ല, അങ്ങനല്ലോ സലാം. ഈ ഫോട്ടോ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറയട്ടെ, നിങ്ങൾ അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാനാണ്. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതിനു ശേഷം പുറത്തു വന്നിട്ടുള്ള ചിത്രമാണിത്. ഡേറ്റ് ഈ ക്യാമറയിൽ എടുത്ത ഡേറ്റ് കാണുമ്പോൾ അതിനകത്ത് എവിടെ വെച്ചാണെന്ന് അറിയും. അത് കാരണത്ത് മാത്രമല്ല, പിണറായി സഖാവ് ആ ചർച്ചയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ വെച്ച് പിണറായി സഖാവ് പറഞ്ഞത് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും ഞങ്ങളുമായി യോജിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചില തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ട് എന്ന് പിണറായി സഖാവ് പറഞ്ഞതുണ്ട്. ഇതൊക്കെ തെളിവിലാ. പരമ്പരാഗതമായി നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഉണ്ടാക്കി ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തു. ഏതോ ഒരു ഘട്ടത്തിൽ ദുരൂഹമായി നിങ്ങൾ നിലപാട് മാറ്റുകയാണ്. അത് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. സലാം വിശദീകരിക്കണം, ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. സലാം, ഒരു ചെറിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഫീൽഡിലൊരു പ്രശ്നമുണ്ട്. സജീവൻ ഈ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആക്രമണത്തിൻ്റെ കുന്തമുന കൂടുതൽ രാഗി മൂർച്ച കൂട്ടുന്നുണ്ട് CPM. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതിയുടെ, ഒരു പ്രത്യേക സമവാക്യ നിർമ്മിതിയുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിനെ CPM ശക്തമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അതിന് കാരണം ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം ലീഗിന്റെ പക്ഷത്തുള്ള കുറേ വോട്ടുകൾ അത് ഇപ്പോൾ ഈ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലം എന്ന് പറയുന്നത് BJP കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ശക്തമാവാൻ ശ്രമിക്കുന്നു. അവർക്ക് ഇപ്പോൾ വേണ്ടത്ര ശക്തി സംഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായതെങ്കിൽ പോലും കേരളം അവരൊരു വലിയ ശക്തി കേന്ദ്രമാക്കാനുള്ള ശ്രമം ദേശീയ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളാണ് അവരുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതെന്ന് പിടിച്ചെടുക്കുന്നുള്ളതല്ല. അപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു വികാരം. ഇതുവരെ കേരളത്തിലെ ഹിന്ദുത്വം അത്ര വേണ്ട ശക്തമായ രൂപത്തിൽ പാടില്ല എന്നൊക്കെ കേരളത്തിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊരിക്കലുമില്ല. ദേശീയ തലത്തിലുള്ള അതിതീവ്ര ഹിന്ദു നിലപാട് ഇവിടെ കേരളത്തിനും എടുക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായിരിക്കും അവർ പോവുക. അപ്പൊ ഈ സമയത്ത് LDF-നാണെങ്കിലും UDF-നാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ന്യൂനപക്ഷ വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രം ഇതിന് പിറകിലുണ്ട്. ലീഗിന് ഇപ്പോൾ ഒപ്പം കൂട്ടാൻ കഴിയില്ല, ഒപ്പം കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു നീക്കം. അത് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ
ഈ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന 2 പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരെ തങ്ങൾക്കൊപ്പം നിർത്തി. അൻവറിനെ ആണെങ്കിലും ഈ അബ്ദുറഹിമാൻ ആണെങ്കിലും തങ്ങൾക്കൊപ്പം കൂട്ടി ജലീലിന്റെ കാര്യത്തിൽ. അങ്ങനെ ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയിട്ട് അവിടെ ജയിക്കാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് LDFന് കഴിഞ്ഞിട്ടുണ്ട്. ഈ തന്ത്രം കുറച്ചുകൂടി ശക്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ലീഗിന് മറ്റ് സമുദായ സംഘടനകളുടെ ഒപ്പം നിൽക്കുന്ന വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവത്തെ ഒഴിവാക്കി എടുക്കൽ കൂടി അവരുടെ നയമാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. ആ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്തയുമായുള്ള ചർച്ച നടത്തുന്നു. അതോടൊപ്പം ലീഗുമായി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ നിങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്കുമില്ലാതെ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തരത്തിലുള്ള വോട്ടിന്റെ കാര്യത്തിൽ വിള്ളലുണ്ടാക്കിയെടുക്കുക, ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അത് പല പാർട്ടികൾ അതേപോലെ സ്വീകരിക്കാറുണ്ട്. ആ തന്ത്രമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ലീഗിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ആക്രമണം. പറയുന്ന ഒരു കാര്യം ഹനീഫ്, ഇതിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് ലീഗിന്റെ അക്സെപ്റ്റൻസ് കുറയ്ക്കുക, ലീഗ് ഒരു തീവ്ര സംഘടനയാണെന്ന് വരുത്തി തീർക്കുക, മറ്റുള്ള ആളുകളെ എന്നിട്ട് കൈകാര്യം ചെയ്യുക, അതിനപ്പുറത്തേക്ക് ലീഗിനെ ലക്ഷ്യം വെക്കുന്നതിൽ പുറത്ത് CPMന് ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കെതിരെ ഞങ്ങൾ വളരെ ശക്തമായ പൊസിഷൻ എടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഞങ്ങൾ കർശനമായ സമീപനം സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കർശന സമീപനം സ്വീകരിക്കുകയാണ് എന്നതുകൊണ്ട് വേറെ നേട്ടങ്ങൾ CPM ലക്ഷ്യം വെക്കുന്നുണ്ടോ? തീർച്ചയായും ഇതിലിപ്പോൾ സജീവൻ സാർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വരിക എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഇപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി, എനിക്ക് തോന്നുന്നു 2011 തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ 2016 തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ CPMലേക്ക് ഒരു മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒഴുകിപ്പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ തോതിൽ മുസ്ലിം വോട്ടുകൾ CPMന് കിട്ടുന്ന ഒരു പ്രവണത നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ കാണാൻ കഴിയും. മിക്കവാറും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുസ്ലിം സ്വാധീന മണ്ഡലങ്ങൾ വളരെയധികം, ഇപ്പോൾ കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ഈ CPM ജയിക്കുന്നത്, പിന്നെ ഉദുമ മുതൽ അങ്ങനെ പല മണ്ഡലങ്ങളും, അത് കേരളത്തിൽ ഒരു തല മുതൽ മറ്റേ തല വരെ നോക്കിയെടുത്താൽ കാണാം 40ഓളം പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങൾ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന, UDF സ്ഥിരമായി ജയിച്ചിരുന്ന മണ്ഡലങ്ങൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും LDFനൊപ്പം പോയ ഒരു പ്രവണത ഈ തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായി CPM ഒരു ചോയ്സായി വരുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചാമ്പ്യനായി CPM കേരളത്തിൽ അവതരിക്കുകയും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിനോട് ഒരു മുസ്ലിം വൈകാരികമായി BJPയെ വൈകാരികമായി നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അത്തരം ഡയലോഗുകൾ, പഞ്ച് ഡയലോഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള വീരവാദങ്ങൾ വഴി അത്തരം വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം CPMൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഫലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് മുമ്പ് കാണിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, മുസ്ലിം ലീഗ് അതൊരു സ്വാഭാവികമായി നമുക്കറിയാവുന്ന പോലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം സാമുദായിക രാഷ്ട്രീയമാണ് അതിൻ്റെ അടിത്തറ. അതിൽ നിന്നുകൊണ്ടാണ് അത് ഇത്രയും കാലം പ്രവർത്തിച്ചത്. അതിൽ നിന്ന് വ്യതിചലിച്ച് അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയം, സർവ്വസ്വീകാര്യമായ മറ്റ് അജണ്ടകൾ തെരഞ്ഞു പോവുക, അതോടൊപ്പം തന്നെ UDFൻ്റെ ഒരു പ്രധാന മുഖമായി UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വതന്ത്രമായ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾ ഉപേക്ഷിക്കുകയും ഒരു പൊതുരാഷ്ട്രീയത്തിൻ്റെ UDFൻ്റെ പൊതുരാഷ്ട്രീയ മുഖമായി മാറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ പരിക്ക് അതിന് പറ്റിയിട്ടുണ്ട്. ആ പരിക്ക് പറ്റിയതുകൊണ്ടാണ് മുസ്ലിം സാമുദായിക വോട്ടുകൾ അതിന് നഷ്ടപ്പെടേണ്ടി വരുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളിലേക്ക്, ഐഡന്റിറ്റി ഇഷ്യൂസിലേക്ക്, അവരുടെ സമുദായത്തിന്റെ മാത്രമായ പ്രശ്നങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇപ്പോഴത്തെ ഒരു കുറച്ചൊരു കലുഷമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ലീഗിന് ഒരു ഹെവി റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ട് താങ്കൾക്ക്? ഇല്ല, തീർച്ചയായും ഹെവി റിസ്ക് എന്നുള്ളതിനൊക്കെ അപ്പുറം അത് മുസ്ലിം ലീഗ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ കടമയാണ് എന്ന് അതിൻ്റെ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അത് തിരിച്ചു പോകുമ്പോൾ അത് പ്രതിസന്ധിയിലാക്കുക യഥാർത്ഥത്തിൽ ലീഗിനെയല്ല CPMനെയാണ്. CPMലേക്ക് ഒരു പക്ഷേ ചേക്കേറാൻ സാധ്യതയുള്ള വോട്ടുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം നോക്കൂ. വഖഫ് ബോർഡിലെ PSC നിയമനം PSCക്ക് വിടണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിൽ വർഗീയതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് വർഗീയമായ ആശയങ്ങൾ, വർഗീയമായ മുദ്രാവാക്യങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നോ മുസ്ലിം സംഘടന ഭാഗത്തുനിന്നോ ഉയർന്നിട്ട് പോലുമില്ല. പക്ഷേ നമ്മൾ ലീഗ് ആക്രമിക്കപ്പെടുന്നത് വർഗീയതയുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് നേരത്തെ തന്നെ ഇവിടെ ജമാഅത്ത് ഒരു വർഗീയ സംഘടന അല്ലെങ്കിൽ ഭീകര സംഘടന എന്ന നിലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജിനോട് കൂട്ടിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ലേഖനത്തിൽ കാണുന്ന ഒരു പ്രധാന സവിശേഷത അത് ലീഗിനെ നേരിട്ട് ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്.
ലീഗിനെ ആക്രമിക്കാൻ പോലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെയും നിലപാടുകളുടെയും ചുവട് പിടിച്ചുകൊണ്ട് അതിനോട് സമീകരിച്ചുകൊണ്ടാണ് ലീഗിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മെറിറ്റിൽ അത് ലീഗ് ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് അതിനോട് ആക്രമിക്കാനോ സംവാദത്തിൽ ഏർപ്പെടാനോ അല്ല കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാവുന്നത്. മറിച്ച് CPM-നും ആ നിലയ്ക്കുള്ള കോൺഗ്രസിന്റെ മറ ചാരിക്കൊണ്ടാണ്. നിരീക്ഷണം. സലാം, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് താങ്കളുടെ കണക്ടിവിറ്റി ഇഷ്യൂ വന്നുകൊണ്ടാണ്. നേരത്തെ ഹംസ ചൂണ്ടിക്കാണിച്ച കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങൾക്ക് നല്ല ബാന്ധവം ഉണ്ടായിരുന്നു, വെൽഫെയർ പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സഖ്യവും ഭരണ സഖ്യവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ വെച്ചാണ് നിങ്ങൾ തമ്മിൽ തെറ്റിയത്? അത് വിശദീകരിക്കാമെന്ന് ചോദിക്കുക അദ്ദേഹം. അദ്ദേഹം ഒരു ചിത്രമെടുത്ത് കാട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചർച്ചയുടെ ചിത്രമാണെന്ന മട്ടിലാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു പച്ചക്കള്ളം എന്ന് പറയുന്നതിനാണ്? നാളെ ഇപ്പോൾ ശ്രീ ഹംസയ്ക്ക് AK പോകാം, കോടിയേരി ബാലകൃഷ്ണൻ കാണാം, സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ മാറി ഒരു ഫോട്ടോ എടുക്കണം, സഖാവേ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം. എന്നിട്ട് നാളെ ആ ചിത്രം പുറത്തു വിട്ടിട്ട് ലീഗും CPM തമ്മിലുള്ള ചർച്ചയാണ് എന്ന് പറഞ്ഞ് ചിത്രം കാണിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് തൊട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തേക്ക് വന്നത്. അവർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്നെ പാടില്ല, തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ പങ്കെടുക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതില്ല ഒരു ഘട്ടത്തിൽ. പിന്നീട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച അവരങ്ങനെയാണ്, രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് മുന്നണിയില്ല, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കൊള്ളാവുന്ന വ്യക്തികൾക്ക് വോട്ട് കൊടുക്കും, ഇങ്ങനെ നിലപാടിലേക്ക് വന്നു. പിന്നെ അടുത്ത കാലത്താണ് മത്സരരംഗത്തേക്കും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിലപാട് ഇലക്ഷൻ കാലത്ത് സ്വീകരിക്കപ്പെട്ടത്. അങ്ങനെയല്ലേ? ഏത് സന്ദർഭത്തിലാണ് നേരത്തെ UDF-ന്റെ ആളുകളും ലീഗിൻ്റെ ആളുകളും നേരത്തെ പറഞ്ഞ SDPയും ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി ചർച്ച നടത്തി പക്ഷേ ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് താങ്കൾ ഫോട്ടോ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് ഞാനതൊരു കാര്യം പറയുകയാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിൽ ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞത് ആരാണ്? CPIM-ന്റെ പിണറായി വിജയനാണ്. പിന്നെ ഈ വെൽഫെയർ പാർട്ടി, അവരുമായി നിങ്ങൾ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ചും ഭരണ സഖ്യത്തെക്കുറിച്ചും ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കേരളത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്, ഒരുമിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ഇവിടെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒരു തർക്കത്തിലാണെങ്കിൽ ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പിന്നെ എവിടെ വെച്ചാണ് അവർ അസ്പർശരായി മാറിയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ വേൾഡ് രാഷ്ട്രീയത്തിന്റെ മുന്നിൽ അമേരിക്കക്ക് എതിരായി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാൽ ആ നിലപാട് തെറ്റാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതാണോ? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ലോകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖത്ത് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കപ്പെട്ടാൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ് സാമ്രാജ്യത്വ വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത. ആ നിലപാട് ആരെങ്കിലും ഉയർത്തിപ്പിടിച്ചൊരു നിലപാട് പറഞ്ഞാൽ ശരിയാണെന്ന് പറയില്ലേ ഞങ്ങള്? ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഒരുമിച്ച് പോകാൻ കഴിയുമെന്നാണ് വിശദീകരിച്ചത്. ഇന്ത്യയിൽ ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഒരുമിച്ച് പോകാൻ കഴിയുമെന്നാണ് അന്നത്തെ വിശദീകരണം. പോട്ടെ, അതെല്ലാം വിട്ടേക്കും. ഈ തെരഞ്ഞെടുപ്പ് സഖ്യം എങ്ങനെയാണ് വന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ട്? ഞങ്ങൾ ഇവിടെ മുന്നണിയായി പോയിന്നാണ്. സമയക്കുറവാണ്, ഞാൻ തർക്കത്തിലില്ല. അപ്പൊ പിന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയതോ? അവാസ്തവമാണത്, തെറ്റായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സഖ്യമോ? ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുമായി സഖ്യമുണ്ടാക്കി മുന്നണിയായി എന്ന് വെൽഫെയർ പാർട്ടിയും നിങ്ങൾ തമ്മിൽ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാം അംഗീകരിക്കുമോ? നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ഇപ്പോ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ജമാഅത്തെ ഇസ്ലാം അംഗീകരിക്കുമോ? അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ലീഗിന് നിലക്കല്ലേ ഇല്ലാതെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള തെറ്റായ അവാസ്തവ വർത്തമാനം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് നോക്കണേ. പ്രധാന പ്രശ്നം എന്താ? കേരളത്തിന്റെ മുസ്ലിം രാഷ്ട്രീയത്തെ പഴയതുപോലെ പരിധിയിലാക്കാൻ ഇന്ന് ലീഗിന് പറ്റുന്നില്ല. അല്ല, നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാനിവിടെ ചോദിക്കുന്ന പ്രശ്നം. നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് തുടക്കം മുതൽ ഒരു നിലപാടില്ല, മുസ്ലിം ലീഗിനോട് നിങ്ങൾക്ക് തുടക്കം മുതൽ ഒരു നിലപാടില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്ന് മാറ്റി പറയുകയാണ് എന്ന് വെച്ചാൽ നിങ്ങളെ ഓരോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സാഹചര്യം ഒപ്പിച്ച് പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയാണ്. ശ്രീ കെ എസ് ഹംസ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒന്നുമില്ല എന്നാണ്. അങ്ങനെ ഒന്നുമില്ല, സഖ്യവുമില്ല, ധാരണയുമില്ല, ഒരുമിച്ച് നടത്തവുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് സഹതപിക്കാനേ കഴിയൂ. ഈ കാര്യത്തോട് അദ്ദേഹത്തോട് സഹതപിക്കാനേ കഴിയൂ. കാരണം എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പ്ലീസ് ഒരു ക്ഷമ കാണിക്കൂ, ഒന്ന് ക്ഷമ കാണിക്കൂ.
ഒന്ന് ക്ഷമ കാണിക്കൂ. ഞാൻ പറയുമ്പോ ഞാൻ നിങ്ങൾ പറയുമ്പോൾ മുഴുവനും കേട്ടിരിക്കുകയായിരുന്നു. സലാം, ഞാൻ നിങ്ങൾ പറയുമ്പോൾ മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു. ഒന്ന് ക്ഷമ കാണിക്കൂ. അതിനുള്ള ഒരു സഹിഷ്ണുതെങ്കിലും കാണിക്കൂ. ഒരു ചർച്ചയിൽ വന്നിരുന്ന് പ്ലീസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അദ്ദേഹത്തോട് സഹതപിക്കുന്നു എന്ന് പറയാൻ കാരണം ആയിരക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പരമ യാഥാർത്ഥ്യത്തെ ഇങ്ങനെ തള്ളിക്കളയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇത് കേരളത്തിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു MLA എന്ന സ്ഥാനത്തോടെങ്കിലും ചുരുങ്ങിയ പക്ഷം നിങ്ങൾ നീതി പുലർത്തണം. നിങ്ങളിത് നിഷേധിച്ച് അങ്ങനെ പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായും വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും നിങ്ങൾ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് പഞ്ചായത്തുകൾ ഒരുമിച്ച് ഭരിക്കുന്നുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പും വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷം പ്രത്യക്ഷമായിട്ടും അതിനു മുമ്പ് രഹസ്യമായിട്ടും 25 കൊല്ലത്തിലധികം കാൽനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ബാന്ധവമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. ഇനി അതുപോട്ടെ, ആ വിഷയത്തിലേക്ക് മാത്രം കിടക്കുന്നില്ല. നിങ്ങൾ ലീഗിന്റെ വർഗീയത കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്ന് പറഞ്ഞൂടെ? നിങ്ങൾ ദേശദ്രോഹികളാണെന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എൻ്റെ ഭാഗത്ത് തെളിവുകൾ ഒരുപാട് കാര്യത്തുണ്ട്. നിങ്ങൾക്കറിയാം, 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നിങ്ങൾ ഒറ്റിക്കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ച കാരണമല്ലോ. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിനെ വഞ്ചനാ ദിനമായി നിങ്ങൾ ആചരിച്ചവരാണല്ലോ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നത് അത് എന്താണ്, പിന്തിരിപ്പ് നയമെന്നാണ് നിങ്ങൾ. മാത്രമല്ല, 9 ദിവസത്തെ കോൺഗ്രസ് 9 ദിവസം പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയ ഗർഭമലസിപ്പിക്കലാണ് കോൺഗ്രസിൻ്റെത് എന്ന് പറഞ്ഞ് കളിയാക്കിയതാണല്ലോ നിങ്ങളുടെ പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ. അത് കഴിഞ്ഞ് 1962 ചൈന ഇന്ത്യയുടെ കാശ്മീരിന്റെ വടക്ക് കിഴക്കൻ പ്രദേശമായ അക്സായി ചീൻ പ്രദേശം ചൈന പിടിച്ചടക്കിയപ്പോൾ അത് ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞ് ഇന്ത്യൻ അവകാശവാദത്തെ അവഹേളിച്ചവരാണല്ലോ നിങ്ങൾ. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഈ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞല്ലോ, അടുത്ത കാലത്തായിട്ട് അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും കൂടി ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും കൂടി ചൈനയെ ആക്രമിക്കാൻ പുറപ്പെടുന്നു എന്ന് വ്യാജമായി ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചവരാണല്ലോ നിങ്ങൾ. ഈ ചരിത്രമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ദേശദ്രോഹ പ്രസ്ഥാനം എന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പക്ഷെ ഞങ്ങൾ ആ മാന്യതയ്ക്ക് വേണ്ടി അത് പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട്? രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു മാന്യമായ സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ ഒരു മാന്യതയുടെ ഒരു മൂടുപടമെങ്കിലും നിങ്ങൾക്ക് അണിഞ്ഞുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് പോലെ ഒന്ന് ബ്രിട്ടീഷുകാരന് ശേഷമുള്ളത് ഈ നക്സലിസ്റ്റ് ചിന്താഗതിക്കാരുടെയും അതുപോലെ തന്നെ ലെനിനിസ്റ്റ് ചിന്താഗതിക്കാരുടെയും ആക്രമണം കൊണ്ടാണല്ലോ. എത്ര പോലീസുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾ തീവ്രവാദികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു? മാത്രമല്ല, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി അധികാരത്തിൽ വന്നവരല്ലേ നിങ്ങൾ? നമ്മൾ ഒരുമിച്ച് ഭരണം പങ്കിട്ടവരല്ലേ? ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്തിനൊക്കെ മറക്കാൻ സ്വീകരിക്കുന്നു എന്ന വിമർശനം ആവർത്തിക്കുകയാണ് താങ്കൾ. ഞാൻ അതിനകത്ത് എസ്സലാമിന്റെ മറുപടിയിലേക്ക് വരാം. സജീവൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കൂടുതൽ വർഗീയമാവുകയാണെന്ന ക്യാമ്പയിൻ വളരെ ആവേശത്തിലാണ് CPM നടപ്പിലാക്കിയത്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുന്നു. അത് തുർക്കിയിലെ പള്ളിയുടെ കാര്യത്തിൽ ഒരു കർക്കശ സമീപനം സ്വീകരിച്ചു, കൂടുതൽ വർഗീയമാവുകയാണ് എന്നൊക്കെ പറഞ്ഞത് അന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് ഒരു ഇസ്ലാമോഫോബിയ പ്രവർത്തിച്ചത്, എന്തുമാത്രം വലിയ വ്യാജപ്രചരണങ്ങളുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ നർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളും. അപ്പം അതിനകത്ത് സ്വീകരിക്കുന്ന ഒരു സമീപനം എവിടെയാണ് പ്രയോജനപ്പെടുക എന്ന കാര്യം നല്ലതുപോലെ CPM അറിയാം. ഇപ്പം അന്ന് മുസ്ലിങ്ങൾ വലിയ തോതിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോവുകയാണെന്ന വ്യാജ പ്രചരണം താഴെത്തട്ടിൽ നടക്കുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള സവിശേഷമായ ഒരു ജാഗ്രത CPM കാണിച്ചു. കാരണം അതെങ്ങനെയാണ് ഗുണമുണ്ടാവുക എന്ന് അറിയാമായിരുന്നു അവർക്ക്. അല്ല, അതിൻ്റെ ഒരു തുടർച്ച പരീക്ഷിച്ചു നോക്കുകയാണോ ഈ CPM ഇപ്പോൾ? അങ്ങനെ വിചാരിക്കാൻ കാര്യമുണ്ടോ അതിനകത്ത്? തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉരകല്ലായിട്ടോ അല്ലെങ്കിൽ മാനദണ്ഡമായിട്ടോ കണക്കാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കും. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്നുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ LDFന് കഴിഞ്ഞുകൊണ്ടാണ്, പ്രത്യേകിച്ച് CPMന് കഴിഞ്ഞുകൊണ്ടാണ് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിയിട്ട് ഇത്തവണ ജയിക്കാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 ജയം എന്ന് പറയുന്നത് ഈ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു
ഘട്ടത്തിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDF ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഈ ലീഗിന്റെ കാര്യം മാത്രമല്ല, അതിലേക്ക് നയിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ലീഗിനെതിരെയുള്ള ആക്രമണത്തിനേക്കാൾ കൂടുതൽ ശക്തിയിൽ ഇപ്പോഴിനി LDF CPM ഉപയോഗിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഈ ഹിന്ദു രാജ്യ പരാമർശമാണ്. ഹിന്ദുത്വവാദികളുടെ രാജ്യമല്ല ഇത്, ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞതിനെ അതിനെ കൃത്യമായിട്ട് വേറെ രീതിയിൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഇപ്പോൾ എടുത്തു. അതാണല്ലോ ഈ കോടിയേരിയുടെ ലേഖനത്തിലെ പ്രസക്തമായ ഭാഗം എന്ന് പറയുന്ന ആദ്യം ഇതാണ്, രാഹുൽ ഗാന്ധിയുടെ ഈ ഹിന്ദുത്വ രാജ്യവാദം എന്നുള്ളതാണ്. അവിടെ അത് പറയുമ്പോൾ ഇതാ രാഹുൽ ഗാന്ധി മൃദു ഹിന്ദുത്വം പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹവും BJPയെ പോലെ തന്നെ ഹിന്ദു രാജ്യവാദിയാണ് എന്ന ഒരു ശക്തമായിട്ടുള്ള പ്രചരണം തീർച്ചയായിട്ടും കൊണ്ടുവരും. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം ഈ BJP പേടി എന്ന് പറയുന്ന ആ BJP പേടി ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ശക്തമായിട്ട് ഉണ്ട്. അതിനെ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി ഇനി ഭാവിയിലും മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റിയോ അതിനേക്കാൾ കൂടുതലായിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു തവണ തുടർഭരണം കിട്ടിയത് കൊണ്ട് തന്നെ അതൊരു വലിയ നേട്ടമായിട്ട് ഇനിയും കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ്, കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയാണ് CPM ഈ രണ്ട് കാര്യങ്ങളെ കൂടി അവർക്ക് വീണ് കിട്ടിയതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തിലെ വരികൾ നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഹിന്ദുത്വവാദികൾക്കെതിരായിട്ടുള്ള ആഞ്ഞടിക്കലിന്റെ ഭാഗമായിട്ട് പറഞ്ഞതിൽ ഒരു നാക്കിവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അതിനെ കൃത്യമായിട്ടും ഹിന്ദു രാജ്യം എന്ന രീതിയിൽ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ മുസ്ലിം ലീഗിന്റെ തീവ്രവാദ ബന്ധമെന്ന രീതിയിൽ കൊണ്ടുവരും. ഇത് രണ്ടിനും കൊണ്ടുവരുമ്പോൾ അത് ഏത് രീതിയിൽ ഹിന്ദു തീവ്രവാദമാണെങ്കിലും മുസ്ലിം തീവ്രവാദമാണെങ്കിലും ഒക്കെ അതിനൊക്കെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ആളുകളുണ്ട്, പ്രത്യേകിച്ച് സാമുദായിക സംഘടനകൾ സമസ്തയെ പോലുള്ള. അപ്പൊ അവര് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ പ്ലാനാണ് CPM-നുള്ളത്. ഹനീഫ, ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ ഇപ്പോൾ കോടിയേരിയുടെ ദേശാഭിമാനിലെ ലേഖനം എടുത്താൽ അതിലെ മർമ്മപ്രധാനമായ ഭാഗം രാഹുൽ ഗാന്ധി ജയ്പൂരിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറയുന്ന ഹിന്ദുക്കൾ അധികാരത്തിൽ വരണം എന്ന അദ്ദേഹത്തിന്റെ പരാമർശമാണ്. അപ്പോൾ മുസ്ലിം കോസിന് വേണ്ടിയാണ് ലീഗ് സംസാരിക്കുന്നതെങ്കിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പൊസിഷനോട് വിയോജിക്കുന്നില്ല ലീഗ്. രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന സമീപനത്തിലേക്ക് പോയിട്ടും ലീഗിന് മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ലീഗിൻ്റെ മുസ്ലിം കോസ് എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് സ്ഥാപിക്കാൻ സമയം ചെലവഴിക്കുന്നുണ്ട് CPM. അപ്പം അത് ലീഗിനെ പ്രയാസത്തിലാക്കുന്ന ഒരു സംഗതിയാണോ? അല്ല, ലീഗിനെ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ലീഗ് ഏറ്റെടുക്കണം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം. കോൺഗ്രസ് വേറൊരു പാർട്ടിയാണ്, അതിൻ്റേതായ അജണ്ടകളുണ്ടാവും, അതിൻ്റേതായ മുൻഗണനകളുണ്ടാവും. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP ആണെന്ന് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പോരാടാനുള്ളത് BJP-ക്കെതിരെയാണ്. അപ്പോൾ BJP-യുടെ ആശയങ്ങൾ നിരാകരിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഹിന്ദുത്വത്തിനെതിരെ ഹൈന്ദവ രാജ്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് പൊതുവെ ജനാധിപത്യവാദികൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദുത്വയുടെ ഇരകളായിരിക്കുന്ന ഒരു വിഭാഗത്തിനും സ്വീകാര്യമായിരിക്കില്ല. എന്നാൽ അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്, തന്ത്രപരമായ ഒരു നിലപാടാണ്, അടവ് നയമാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ അജണ്ട അതാണ്. അതിൻ്റെ സമഗ്രമായ ലക്ഷ്യം BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ആ അടവ് നയമാണ് എന്ന് കോൺഗ്രസിൻ്റേത് എന്ന് CPM-ന് മനസ്സിലാവാത്തതുകൊണ്ടല്ല, CPM-ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, കോൺഗ്രസ് അല്ല പരിഹാരം, കോൺഗ്രസ് അല്ല BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ബദൽ, അത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്നത് കേരളത്തിൽ അവർക്ക് ആവശ്യമുള്ളൊരു രാഷ്ട്രീയ പ്രചരണമാണ്. ആ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി എന്താണോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പിന്നെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രമേ ലീഗിനെ ആക്രമിക്കാൻ കഴിയുള്ളൂ. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ലീഗിന് അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ മുൻഗണനകൾ എന്താണോ അതിലാണ് അതിപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിമുകളുടെ സാമുദായിക രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ അടുക്കുന്തോറും, അതിൽ കൂടുതൽ ഊന്നും തോറും അതിൻ്റെ അപകടം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായി CPM-ന്റെ സാധ്യതകളെ കുറയ്ക്കുക എന്നുള്ളത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം നടത്തിയത് വർഗീയമാണ് എന്നാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയായി മാറി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. കാരണം ഒരു സമുദായത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു എന്ന് പറയാം. വഖഫ് ബോർഡിലെ നിയമനങ്ങൾ എന്ന് പറയുന്നത് എടുത്ത് PSC-ക്ക് വിടുകയും സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ
അത് പറയുന്നത് വർഗീയതയാണ് എന്ന് എനിക്ക് കേൾക്കാം. കേൾക്കാം. അതിലൊന്ന്, നേരത്തെ ശ്രീ സജീവൻ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ തകർച്ചയും കേരളത്തിൽ ലീഗിന്റെ തകർച്ചയും. ഈ രണ്ട് കാര്യത്തെ സാമ്യപ്പെടുത്തേണ്ട സമീപകാലത്തെ സംഭവങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പൊ ഹിന്ദു രാഷ്ട്രീയമാണ് ഇന്ന് ഇപ്പൊ ജയ്പൂരിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ RSSനെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ അതിന് ബദലായി മുന്നോട്ട് നിങ്ങളെല്ലാം പറയുന്ന ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന പരസ്യ പ്രഖ്യാപനമാണ് ജയ്പൂരിന്റെ സ്റ്റേറ്റ്മെന്റ്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ അവർ കാണുന്ന വഴി ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കപ്പെടുന്ന മതനിരപേക്ഷമായ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് നയിക്കുക എന്നുള്ളതല്ല. തീവ്ര വർഗീയത RSS പറഞ്ഞാൽ അല്പം താഴ്ത്തി ഒരു സോഫ്റ്റ് വർഗീയത പ്രകടിപ്പിച്ചാൽ എങ്ങനെ കടന്നുകൂടാൻ പറ്റുമെന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് ചിന്തിക്കുന്ന കാലമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രസക്തമാവുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് വന്ന ശേഷം ഈ പറയപ്പെടുന്ന ധീരശൂര പരാക്രമം കാണിക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ലീഗിന് നേതാക്കന്മാർ മിണ്ടിയിട്ടുണ്ടോ? കമാവുന്ന ലക്ഷ്യം മിണ്ടിയിട്ടില്ല. അവിടെ സംസ്ഥാന പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ PMS സലാമോ ഇപ്പൊ ഇരിക്കുന്ന ഹംസയോ ആരെങ്കിലും മിണ്ടിയോ? തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അതിൽ വിമർശനമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സമയം വേഗം പോവാണ്, ഞാൻ ചോദിക്കുന്നത് വഖഫ് വിഷയത്തിൽ സംസാരിക്കുന്ന സമരം ചെയ്യുന്ന ലീഗ് ഒരു സമുദായ പാർട്ടിയാണെന്ന് വിമർശിച്ചോളൂ, അതൊരു വർഗീയ പാർട്ടിയായി മാറി എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസ് നിലപാടിനോട് ചേർന്നാണ് ലീഗ് നിൽക്കുന്നത്. ഗുജറാത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ വിമർശനം മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയവാദ പാർട്ടിയായി മാറുന്നല്ലേ? മുസ്ലിം വർഗീയ പാർട്ടിയായി ലീഗ് മാറിയെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിനൊരു കാരണം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അത് മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയുള്ള നീക്കമാകുമ്പോഴാണല്ലോ വർഗീയത എന്ന് വരിക. ഞങ്ങൾക്കെല്ലാം വേണം, മറ്റുള്ളവർക്കൊന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ മുഴുവൻ കുഴപ്പമാണ്, മറ്റുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നതിലാണ് വർഗീയത. ഒരു സമുദായം, പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായം, അവരുടെ അവകാശങ്ങൾ ചോദിക്കുക, അതിനുവേണ്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുക, മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്ന് വന്ന ഒരു പാർട്ടി, അത് വർഗീയതയാകുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? നിഷാദെ, ഞാൻ പറയുന്നത് മുഴുവൻ സംസാരിക്കാൻ അനുവദിക്കണം. നമ്മൾ ഒറ്റ വാക്കിലെ ചോദ്യോത്തരം നിരീക്കരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾ സമ്മതിക്കും. ഞാൻ പറയുന്നത് രാജ്യത്തെ കോൺഗ്രസ് നിലപാടിനോട് ചേർന്നാണ് ലീഗ് നിൽക്കുന്നത്. കേരളത്തിൽ നേരത്തെ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ ഇത്രയും ആക്ഷേപകമായി ലീഗ് സംസാരിച്ചപ്പോ ഒരു വാക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ സുധാകരനോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ പരസ്യമായിട്ട് പറഞ്ഞോ? എന്തേ പറയാത്തെ? ഇന്ത്യയിലെ കോൺഗ്രസ് പറഞ്ഞില്ലേ? ലീഗിന്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പ്രസംഗം നടത്തിയ ആളെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞു. അതിൽ ആർക്കെതിരെയാണോ ആരോപണം വരുന്നത് അയാളെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു മാതൃക വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ വേറെ ഒരു മാതൃകയുണ്ട്. CPIന്റെ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും CPM നേതാക്കൾ നടത്തിയിട്ടുള്ള ആക്ഷേപത്തിന്റെ പേരിൽ സംസാരിച്ച ആളെയും അതിൽ ആരോപണ വിധേയനെയും വിളിച്ച് ആ പ്രശ്നം സംസാരിക്കുന്ന നിങ്ങൾക്കുണ്ടായിട്ടുള്ള പരിക്കിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് വേറെ ഉദാഹരണം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് അവരങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് എപ്പോഴെങ്കിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അധിക്ഷേപമേറ്റയാളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? എന്റെ സെന്റൻസ് പൂർണ്ണമാക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ മുഴുവൻ പറയട്ടെ. എനിക്ക് പറയാനുള്ള മുഴുവൻ ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇടയ്ക്ക് കയറി പറയാതെ. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ VD സതീശനോ സുധാകരനോ അതിനെപ്പറ്റി പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഹിന്ദു രാജ്യമെന്ന രാഷ്ട്രീയത്തിന്റെ പുതിയ മെത്തേഡ് രാഹുൽ ഗാന്ധി പറയുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ ചങ്കുറപ്പ് ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് വർഗീയത പറഞ്ഞാൽ അതിനെ തെറ്റാണെന്ന് പറയാൻ സതീശനോ സുധാകരനോ തയ്യാറല്ല. ലീഗ് പറഞ്ഞ വർഗീയത എന്താണെന്ന് പറയൂ സർ. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിനോ അവകാശങ്ങൾക്കോ ഇന്ന് ലീഗിന്റെ ഇടനില ആവശ്യമില്ലാതെ പക്ഷേ ന്യൂനപക്ഷത്തിന്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞാൽ വർഗീയതയാകുമോ? ആണല്ലോ, പച്ച വർഗീയതയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വർഗീയതയാണോ? പള്ളിയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞ വർഗീയത എന്താണ്? പള്ളിയിൽ ഈ കാര്യങ്ങൾ പറയും, കാരണം പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്താണല്ലോ അന്യാധീനപ്പെടുന്നു അവർക്ക് സംശയമുള്ളത്. പള്ളിയുടെ സ്വത്ത് പോകുന്നു പറഞ്ഞില്ലല്ലോ. പള്ളി പിന്നീട് എല്ലാവരും പിന്മാറുകയാണുണ്ടായത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ആ കാര്യത്തിൽ തർക്കമുണ്ട്. ഹംസ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഹംസ, ഈ സാമുദായിക രാഷ്ട്രീയം, മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്നതിലേക്ക് കൂടുതൽ ഊന്നാൻ തന്നെ ലീഗ് തീരുമാനിച്ചിട്ടുണ്ടോ ഈ റിസ്കിനിടയിലൂടെ? ലീഗ് ഗതകാലങ്ങളിലൂടെ കടന്നു വന്ന
വഴിത്താരയിൽ നിന്ന് ഒരു വിട വ്യതിചലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗ് അതേ നിലപാട് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ നിലപാട് CPM-നും മതനിരപേക്ഷ കക്ഷികൾക്കും സ്വീകാര്യമായിരുന്നതാണ്, നിലവിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ CPM നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വിപുല ശ്രമത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന എന്തോ ജൽപ്പനങ്ങൾ ആയി മാത്രമേ ഇതിന് കണക്കാക്കാൻ കഴിയുള്ളൂ. പക്ഷേ എനിക്കൊരു പറയാനുള്ളത്, കോൺഗ്രസിനുമായി ചേർന്ന് ഈ CPM എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? അവർക്ക് 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയോട് അവരോട് ചേർന്ന് സഖ്യം ചേർന്ന് നേരെ ജനതാദളിൻ്റെ VP സിംഗും മറ്റേ CPM-ഉം കൂടി സഖ്യം ചേർന്നല്ലേ 86 സീറ്റുമായി പാർലമെന്റിലേക്ക് അവർ എത്തിക്കാൻ കാരണം. സഖ്യം ചേർന്ന് മത്സരിച്ചവരല്ലേ ഇവർ. മാത്രമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടല്ലോ. എൻ്റെ H. സലാമാരെ പോലെയുള്ള കുറച്ച് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യം കൂടി പറയാനുണ്ട്. CPM ഇപ്പം നടത്തുന്നത് ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ കുറെ സമയം അധികമായി പോയതുകൊണ്ട് ഇടപെടുകയാണ്. നന്ദി. ഇക്കാര്യത്തിലുള്ള തർക്ക വിതർക്കങ്ങൾ തുടരും. നന്ദി ശ്രീ KS ഹംസ, H. സലാം, ഒപ്പം തന്നെ ശ്രീ ഹനീഫ, JS സജീവൻ പങ്കെടുത്തിനുള്ള അഭിപ്രായങ്ങൾ നിലപാടുകൾ പങ്കുവച്ചു.